Hi everyone, my name is Fahima Casey. I have completed my Masters in Politics and International Relations from Pondicherry University. So in terms of നമ്മൾ CUT UG നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സിലെ മേജർ പാർട്ട് സിലബസിലെ മേജർ പാർട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് ആൻഡ് അതിന്റെ ബാക്കിയുള്ളത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ്, ഒരു കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് ആണ്. സോ ഐ വിൽ ബി ദ ഫാക്കൽറ്റി ഫോർ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. So in the class, we can discuss the topics related to that. Okay. So first of all, contemporary politics in the era എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഒരു മേജർ യുദ്ധം ഉണ്ടായിരുന്നു, വേൾഡ് വാർ 2. അപ്പൊ അതിനുശേഷം ഒരു കോൾഡ് വാർ ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് മെയിൻലി ദ സയന്റിസ്റ്റ് അഗ്രി ദാറ്റ്, പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് അഗ്രി ദാറ്റ് ഈ കണ്ടംപററി എറ എന്ന് പറയുന്നത് കോൾഡ് വാറിന് ശേഷമുള്ള എറയാണ്. സോ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കോൾഡ് വാർ തൊട്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, അത് തുടങ്ങണം. So, ഈ ഒരു സെക്ഷനിൽ we'll discuss about Cold War and അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മീനിങ് ആൻഡ് മെയിൻ ആക്ടേഴ്സ് എന്തായിരുന്നു, അതിന്റെ റിലേറ്റഡ് അലയൻസസ് ആൻഡ് ഈ ബൈപോളാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ചാലഞ്ചസ് എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ വേൾഡ് വാർ 2 ശേഷമാണ്. വേൾഡ് വാർ 2 2 മേജർ ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായിരുന്നത്, ആലീഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും. ആലീഡ് പവേഴ്സ് എന്ന് പറയുന്നത് US ആൻഡ് USSR, ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്, ഈ രാജ്യങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരുന്നു ആലീഡ് പവേഴ്സ്. ഈ ആലീഡ് പവേഴ്സ് ആക്സിസ് പവേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് വേൾഡ് വാർ 2 എൻഡ് ആവുന്നത്. ആക്സിസ് പവേഴ്സ് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, ഈ രാജ്യങ്ങളാണ്. അപ്പം ആ ഒരു സമയത്ത് വേൾഡ് വാർ 2 ശേഷം ഈ ആലീഡ് പവേഴ്സിലെ കുറച്ചും കൂടി പവർഫുൾ ആയ രാജ്യങ്ങളായിരുന്നു US ആൻഡ് USSR. സോ അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വളരാൻ തുടങ്ങി. അങ്ങനെയാണ് കോൾഡ് വാർ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് എ ബൈപോളർ വേൾഡ്. ഈ രണ്ട് രാജ്യങ്ങളാണ് ഡൊമിനൻസിന് വേണ്ടിയിട്ട് ഒരു സിസ്റ്റത്തിൽ അവർ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് ബൈപോളർ എന്ന് പറയും. ഇഫ് കൂടുതൽ രാജ്യങ്ങളായിട്ടുള്ള ഫൈറ്റിംഗ് മോർ ദാൻ 2 ആണെങ്കിൽ നമ്മൾ മൾട്ടിപോളർ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് വൺ കൺട്രി ഇൻ ദ ഹോൾ വേൾഡ് സിസ്റ്റം ഹു ഇസ് പവർഫുൾ, വി ക്യാൻ കോൾ ദാറ്റ് യൂണിപോളർ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് കോൾഡ് വാറിലേക്ക് എത്തിച്ചത്. ആൻഡ് കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു ആക്ച്വൽ ഫൈറ്റിംഗ് അല്ലായിരുന്നു, പക്ഷെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ താല്പര്യമില്ല. they were having misunderstanding between each other, and we can say that it was an ideological conflict between these countries. Okay, ഏത് ഐഡിയോളജി ആണ് സുപ്രീം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത് രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ഫൈറ്റ്സ് ഉണ്ടാവുമായിരുന്നു. നോട്ട് ഇൻ ആക്ച്വൽ ഫിസിക്കൽ ഫൈറ്റ്സ് അല്ല, പക്ഷെ പല മാർഗങ്ങളിലും എക്കണോമിക്കലി അവർ ഏത് രാജ്യമാണ് ടോപ്പ് എന്ന് കാണിക്കാനും പല രീതിയിൽ പല മെത്തേഡിൽ അവരുടെ ഡൊമിനൻസ് കാണിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഈ ഒരു യുദ്ധം എന്തുകൊണ്ട് ഒരു ആക്ച്വൽ യുദ്ധമായില്ല, ആക്ച്വൽ ഫൈറ്റ് ആയില്ല എന്ന് പറയുന്നത് നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക് ഓഫ് ഡിറ്ററൻസ്. ലോജിക് ഓഫ് ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും സൂപ്പർ പവേഴ്സ് ആണ്. രണ്ട് രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. സോ ഒരു രാജ്യത്തിന് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു പവർഫുൾ ആയ രാജ്യമാണ് ഒപ്പോണന്റ് എങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് കൂടുമല്ലോ. സോ രണ്ട് രാജ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ് ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്താൽ അതിന്റെ കോൺസിക്വൻസസ് വിൽ ബി സോ ഹൈ ആൻഡ് അതിന്റെ ഡിസ്ട്രക്ഷൻ വിൽ ബി വെരി മാസീവ്. ഒരു വേൾഡ് വാർ 2 കൂടുതൽ ഡിസ്ട്രക്ഷൻ അവിടെ വരും, കാരണം രണ്ട് പാർട്ടീസും ന്യൂക്ലിയർ കൺട്രീസ് ആണ്. സോ അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിന് പോവില്ല. ഓക്കെ, അതിന് ഈ ഒരു യുദ്ധത്തിന് പോവാതിരിക്കാനുള്ള ഒരു ലോജിക്കാണ് ലോജിക് ഓഫ് ഡിറ്ററൻസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് എൻ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്. സോ രണ്ട് രാജ്യങ്ങളും ഏത് ഐഡിയോളജിയാണ് സുപ്രീം എന്ന് കാണിക്കാൻ പല മാർഗങ്ങളും എടുത്തു. സോ വി ക്യാൻ സേ ദാറ്റ് US ഫോളോഡ് ക്യാപിറ്റലിസ്റ്റിക് മോഡ് ഓഫ് എക്കോണമി ആൻഡ് ഗവൺമെന്റ്, and USSR were having the ideology of communism and socialism. So ഈ രണ്ട് ഐഡിയോളജി എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. സോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് they were having a fight between each other. So we can say ഒരു രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്ലാൻസ് ഉണ്ട് കോൾഡ് വാറിന്റെ ടൈമിൽ. സോ ട്രൂമാൻ ഡോക്ട്രൈൻ എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ പോളിസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹാരി ട്രൂമാൻ, then US പ്രസിഡന്റ്. സോ ആ വേൾഡ് വാറിന് ശേഷം യൂറോപ്പ് മൊത്തം ഒരു ഡിസ്ട്രക്ഷനിലായിരുന്നു. സോ ദേ ബിലീവ് ദാറ്റ് ഈ US പ്രസിഡന്റ് ആൻഡ് USന്റെ മെയിൻ ബിലീഫ് ആയിരുന്നു, ഇപ്പം ഇവര് എന്താ പറയാ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു ഫണ്ട് പോലെ എന്തെങ്കിലും സഹായിച്ചു, അവരെ റീകവറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇവർ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നതിനെ
ഒന്ന് ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലും കൂടെയാണ് ട്രൂമാൻ ഡോക്ട്രൈൻ ഉണ്ടായത്. സോ ട്രൂമാൻ ഡോക്ട്രൈൻ ഈസ് ആക്ച്വലി economic and military aid to the countries of Europe. Okay, and its aim was to contain communism. Communism limit ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എയിം കൂടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ട്രൂമാൻ ഡോക്ട്രൈൻ തന്നെ that became known as Marshall Plan. Okay, he was the Secretary of State, George Marshall, US ന്റെ Secretary of State ആയിരുന്നു, and it was named after him. And he proposed that US എന്തായാലും ഒരു എക്കണോമിക് അസിസ്റ്റൻസ് കൊടുക്കണം യൂറോപ്യൻ കൺട്രീസ്. ഓക്കെ, എല്ലാ യൂറോപ്യൻ കൺട്രീസും ഈ പ്ലാനിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു, ഇൻക്ലൂഡിങ് ഒരു സോവിയറ്റിന്റെ കീഴിലുള്ള രാജ്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ സോവിയറ്റ് യൂണിയന് ഇതിനെ എതിർത്തു ആൻഡ് ദേ ഡിക്ലൈൻ ദി ഓഫർ. സോ മാർഷൽ പ്ലാൻ ആണ് വാസ് ആക്ച്വലി ഫോർമലി നോൺ ആസ് യൂറോപ്യൻ റിക്കവറി പ്രോഗ്രാം. ഓക്കെ, സോ ഈ US ആൻഡ് USSR മാത്രമായിരുന്നില്ല കോൾഡ് വാറിലുള്ള പാർട്ടീസ്, ദേ ആർ ദി മെയിൻ പാർട്ടീസ്. ഓക്കെ, പക്ഷെ അവരെ ഒരു അംബർലയിൽ കൂടുതൽ രാജ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. സോ ഒരു ബ്ലോക്ക് രീതിയിൽ പൊളിറ്റിക്സ് മാറാൻ തുടങ്ങി. സോ ഒരു പവർ ബ്ലോക്സ്, ഒരു വേൾഡ് തന്നെ 2 ബ്ലോക്ക് ആയിട്ട് ഡിവൈഡഡ് ആയിട്ടായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത്. സോ വൺ വാസ് ലെഡ് ബൈ ദി US ആൻഡ് അതർ വാസ് USSR. യൂറോപ്പ് ആയിരുന്നു ഇവർ മെയിൻ ഫോക്കസ്. ഈവൻ വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം US-ന്റെ കീഴിലായിരുന്നു, ആൻഡ് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം USSR-ന്റെ കീഴിലായിരുന്നു. സോ ഈ രാജ്യങ്ങൾ തന്നെ, ഈ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ ഓരോ ബ്ലോക്കിലും ജോയിൻ ചെയ്യുന്നത് തന്നെ ഈ സൂപ്പർ പവേഴ്സ് ആയ രാജ്യങ്ങൾ അവർക്ക് പ്രോമിസ് നൽകും. ഇറ്റ് കുഡ് ബി ഇൻ ദ പ്രോമിസ് ഓഫ് എന്താ വെപ്പൺ, മിലിറ്ററിയിലേക്ക് കുറച്ച് എയ്ഡ് കൊടുക്കാൻ, അല്ലെങ്കിൽ എക്കണോമിക് എയ്ഡോ, അല്ലെങ്കിൽ ഈ ഓരോ ചെറിയ രാജ്യങ്ങൾക്കെല്ലാം അവർക്ക് ചെറിയ ശത്രുക്കൾ ഉണ്ടാവും, നൈബറിംഗ് രാജ്യങ്ങളെല്ലാം എന്ന രീതിയിൽ. സോ അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടെല്ലാം ഒരു പ്രോമിസിലാണ് ഈ ചെറിയ രാജ്യങ്ങളൊക്കെ ഈ സൂപ്പർ പവേഴ്സിനെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ദെൻ ഇപ്പൊ ഈ ചെറിയ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നൈബറിംഗ് രാജ്യങ്ങളായിട്ട് പ്രശ്നം വരുമ്പോൾ there was also use of military from the super countries. സോ അവര് ഇന്റർവീൻ ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട്. സോ US അലയൻസ്, US ലെഡ് ചെയ്തിട്ടുള്ള വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബ്ലോക്കിനെ നമ്മൾ വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയും. ആൻഡ് USSR-ന്റെ നമ്മൾ ഈസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയും. ഇറ്റ് വാസ് മോസ്റ്റ്ലി ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. പിന്നെ ഇവര് കുറച്ച് ഫോർമലി അലയൻസസും ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് യുഎസും അതിന്റെ കീഴിലുള്ള രാജ്യങ്ങളും കൂടി ഫോം ചെയ്ത ഇമ്പോർട്ടന്റ് അലയൻസ് ആണ് NATO, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, വിച്ച് വാസ് ഫോംഡ് ഇൻ 1949. 12 രാജ്യങ്ങൾ ഉൾപ്പെട്ട് തുടങ്ങിയ ഒരു മിലിറ്ററി അലയൻസ് ആണ് NATO. സോ ഈ NATOയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പുറമേ നിന്നുള്ള ഒരു രാജ്യം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ അറ്റാക്ക് ഓൺ ഓൾ. ഏതെങ്കിലും ഒരു ചെറിയ രാജ്യം അതിലുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിന് വേറെ, ഇപ്പൊ USSR അറ്റാക്ക് ചെയ്യാനെന്ന് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. സോ അതിനെതിരെ USA അവിടെ മെയിൻ ആയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. സോ ഒരു അലയൻസ് എന്ന രീതിയിൽ NATO ഫോം ആയി. സോ NATOനെ ഡിഫീറ്റ് അല്ലെങ്കിൽ NATOന്റെ ഫങ്ഷൻസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാർസോ പാക്ട് USSR സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് ഇൻ 1955. ഓക്കെ, അതിന്റെ മെയിൻ ഫങ്ഷൻ തന്നെ NATO എന്തിനാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അതിന് എഗെയിൻസ്റ്റ്, NATOനെ കൗണ്ടർ ആയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് അല്ല, ഒരു ഓപ്പോസിറ്റ് മിലിറ്ററി അലയൻസ് ആയിട്ടാണ് വാർസോ പാക്ട് ഉണ്ടായതും. അപ്പം വാർസോ പാക്ട് ഓൾസോ അതിലുള്ള രാജ്യങ്ങൾക്കും ഇങ്ങനെ പ്രൊട്ടക്ഷൻ സപ്പോർട്ട് എല്ലാം കൊടുത്തു. പിന്നെ 1954 സ്റ്റാർട്ട് ചെയ്ത വേറൊരു അലയൻസ് ആണ് ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഫോക്കസ് ചെയ്തിട്ടുള്ള അലയൻസ് ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സീറ്റോ. ഇതും USA സ്റ്റാർട്ട് ചെയ്താണ്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ടു പ്രിവെന്റ് കമ്മ്യൂണിസം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ സ്പ്രെഡ് ആവാണ്ടിരിക്കാനായിരുന്നു സീറ്റോന്റെ മെയിൻ മേജർ എയിം. ഓക്കെ, ദെൻ ഒരു വെസ്റ്റ് ഏഷ്യയിൽ ഇങ്ങനത്തെ കമ്മ്യൂണിസം സ്പ്രെഡ് ആവാണ്ടിരിക്കാനും കൂടുതൽ സോവിയറ്റിന്റെ ഇൻഫ്ലുവൻസിലേക്ക് രാജ്യങ്ങൾ പോവാണ്ടിരിക്കാനും സ്റ്റാർട്ട് ചെയ്ത വേറൊരു മിലിറ്ററി അലയൻസ് ആണ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, വിച്ച് വാസ് ഫോംഡ് ഇൻ 1955.
സോ ഇത് സെന്റർ ഇനീഷ്യലി ഇറ്റ് വാസ് നോൺ ആസ് ബാഗ്ദാദ് പാക്ട്, പിന്നീടാണ് അത് സെന്റർ ആയി മാറുന്നതും USA ഫണ്ട് ചെയ്തതിന് ശേഷം. പിന്നെ ഈ ഒരു സെന്ററും സീറ്റും ഒക്കെ അതിന്റെ ഡെവലപ്മെന്റ് ആ ഒരു ടൈമിൽ തന്നെ USSR ചെയ്തത്. USSR വേറൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന. ഇവർ രണ്ടുപേരും നോർത്ത് വിയറ്റ്നാം, നോർത്ത് കൊറിയ, ഇറാഖ് ഈ രാജ്യങ്ങളായിട്ടൊക്കെ കൂടുതൽ ബന്ധം കീപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നമുക്ക് കോൾഡ് വാറിന്റെ കുറച്ച് അറേനാസ് ഉണ്ട്. ലൈക്ക് ഒരു ഹൈ പോയിന്റ് അല്ലെങ്കിൽ കോൾഡ് വാർ കാരണം ഉണ്ടായ കുറച്ച് കോൺഫ്ലിക്ട്സ് എല്ലാം നമുക്ക് നോക്കാം. കോൾഡ് വാറിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ എല്ലാവരും ഭയപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസിസ്. ആ ഒരു സിറ്റുവേഷൻ കോൾഡ് വാർ മാറിയിട്ട് ഒരു ആക്ച്വൽ യുദ്ധം വരെ ഉണ്ടാവാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എത്താനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. So Cuban Missile Crisis is a major confrontation between US and USSR in 1962 October. So Cuba എന്നുള്ളൊരു രാജ്യം USA-ന്റെ നൈബറിംഗ് കൺട്രി ആണ്. ഇറ്റ് ഈസ് എ വെരി സ്മോൾ നേഷൻ, ഒരു ഐലൻഡ് നേഷൻ ആണ്. പക്ഷെ they also followed communism and they also received aid from USSR. അപ്പൊ നമുക്കറിയാം ഒരു USA-ന്റെ നൈബറിംഗ് രാജ്യം വേറെ ഐഡിയോളജി ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ തന്നെ ഒരു ത്രെറ്റ് ഉണ്ട്. And since they received diplomatic and financial aid from USSR, USA were always suspicious of Cuba. ക്യൂബന്റെ മേലെ എപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു. ആൻഡ് ഈ ക്യൂബനെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റിലേക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് USA ഇൻവേഡ് ചെയ്യും എന്നുള്ളൊരു പേടി അന്നത്തെ USSR സോവിയറ്റ് ലീഡർ ഉണ്ടായിരുന്നു, നികിത ക്രുഷ്ചേവ്. ഹി വാസ് അഫ്രൈഡ് ദാറ്റ് USA ക്യൂബൻ ഇൻവേഡ് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ. സോ ഹി ഡിസൈഡഡ് ടു ഇൻസ്റ്റാൾ ന്യൂക്ലിയർ മിസൈൽസ് ഇൻ ക്യൂബ. ക്യൂബയിൽ ഒരു സോവിയറ്റ് ബേസ് ആക്കി മാറ്റി ഇൻ October 1962. സോ ഇത് 2 weeks ഒക്കെ കഴിഞ്ഞിട്ടാണ് അന്നത്തെ US പ്രസിഡന്റ് ജോൺ എഫ് കെനഡി അറിയുന്നതും. സോ ഹി ഡിസൈഡഡ് ടു മൊത്തം അവരെ US-ന് പല സ്ഥലത്തും ബേസസ് ഉണ്ടാവും, മിലിറ്ററി ബേസസ്. സോ they decided to double up the number of bases around the world. ആൻഡ് ഒരു നേവൽ ബ്ലോക്കേഡ് എല്ലാം വിളിക്കുന്നുണ്ട്. ഓഷ്യനിലൂടെ സീ റൂട്ട് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിങ്ങനെ കൂടി വരികയാണ്. ഓൾസോ ആ ഒരു സമയത്ത് USSR നൈബറിംഗ് കൺട്രിയാണ് ടർക്കി. ആ ടർക്കി വാസ് ആൻ ആലി ഓഫ് US. അവിടെയും കൂടുതൽ ബേസസ്, കൂടുതൽ ആംസ് എല്ലാം വെക്കുന്നുണ്ട്. അപ്പം ഒരു രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ലോണം ഫൈറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷെ ഇവര് ഒരു നല്ലൊരു ഡീലിലേക്ക് എത്തും ടു പ്രിവെന്റ് എ ഫുൾ സ്കെയിൽ വാർ. ഒരു യുദ്ധം വന്നാൽ ഇത് കോൺസിക്വൻസസ് വിൽ ബി വെരി ഹൈ. സോ രണ്ട് രാജ്യങ്ങളും റേഷണൽ ആയിട്ട് ദേ വിൽ റീച്ച് എ ഡീൽ. ദെൻ the USA will remove its bases from Turkey and USSR from Cuba. അങ്ങനെയാണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു വേൾഡ് വാർ അല്ലാണ്ട് തന്നെ ചെറിയ ചെറിയ യുദ്ധങ്ങൾ കോൾഡ് വാറിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ നടന്നിട്ടുണ്ട്. സോ വൺ സച്ച് ഈസ് കൊറിയൻ വാർ. ഇറ്റ് വാസ് ഇൻ 1950 to 53. 3 വർഷത്തോളം നിലനിന്നൊരു യുദ്ധമാണ്. അപ്പോൾ രണ്ട് കൊറിയ എന്ന് പറയുന്ന ആ ടൈമിൽ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ഉണ്ടായിരുന്നു. സൗത്ത് കൊറിയ ആൻഡ് ദേ വാസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ 38 പാരലൽ. ഒരു ബൗണ്ടറി ലൈനാണ് ഒക്കെ ബിറ്റ്വീൻ നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. വേൾഡ് വാറിന് ശേഷം അവര് അങ്ങനെയായിരുന്നു. ആൻഡ് സൗത്ത് കൊറിയ ആ സമയത്ത് US ബാക്ക്ഡ് ആയിരുന്നു. നോർത്ത് കൊറിയ വാസ് അണ്ടർ USSR. അപ്പോൾ കമ്മ്യൂണിസം ആയിരുന്നു അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് USA believe that സൗത്ത് കൊറിയ കമ്മ്യൂണിസം ഇൻഫ്ലുവൻസിലേക്ക് പോകും, സൗത്ത് കൊറിയനെ ഇൻവേഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ UN കൂടെ ഇന്റർവ്യൂൻ ചെയ്യുന്നുണ്ട് ടു ഡിഫെൻഡ് സൗത്ത് കൊറിയ ആൻഡ് കണ്ടെയ്ൻ ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിസം നിർത്താൻ വേണ്ടിയിട്ട് UN ഇന്റർവെൻഷനിലൂടെ US is supporting സൗത്ത് കൊറിയ. പക്ഷേ എന്താ പറയാ, ഒരു ഇൻവേഷൻ അവിടെ ഉണ്ടായില്ല. യുദ്ധം 1953 എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദി ഒറിജിനൽ 38 പാരലൽ ബൗണ്ടറിയിൽ തന്നെ ലാസ്റ്റും യുദ്ധം കഴിഞ്ഞപ്പോഴും ഇറ്റ് വാസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ 2 countries. ഓക്കെ, ഒരു ഇൻവേഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ ബെർലിൻ, നേരത്തെ പറഞ്ഞ യൂറോപ്പ് ആയിരുന്നു കോൾഡ് വാറിന്റെ മെയിൻ അറേന, മെയിൻ ഏരിയ.
സോ യൂറോപ്പിൽ തന്നെ വി ക്യാൻ സേ ദാറ്റ് ജർമ്മനി, ബെർലിൻ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പാർട്ടീസിന്, US-നും USSR-നും. കാരണം ജർമ്മനി ആണല്ലോ ഡിഫീറ്റ് ആവുന്നത്. ഇറ്റ് വാസ് ആ സമയത്ത് നാസി റൂൾ ആയിരുന്നു അവിടെ. സോ ജർമ്മനി റീയുണൈറ്റ് ചെയ്യരുതെന്ന് വെച്ചിട്ട് ആലിഡ് ഫോഴ്സസ് എല്ലാം ജർമ്മനിന്റെ പാർട്ടായിട്ട് ഓരോ പാർട്സും അവരെ കൺട്രോൾ ആവുന്നുണ്ട്. ബട്ട് USSR ആ സമയത്ത് they believed that it should be following communism ideology. പക്ഷെ അതിന് അഗെയിൻസ്റ്റ് ആയിരുന്നു USA. സോ ഒരു മോസ്റ്റ്ലി ഈസ്റ്റ് പാർട്ട് ഓഫ് ദി ജർമ്മനി വാസ് ബെർലിൻ, ഈസ്റ്റ് ബെർലിൻ എല്ലാം USSR-ന്റെ കീഴിലായി. ബാക്കി വെസ്റ്റേൺ പാർട്ട് എല്ലാം US-ന്റെ കീഴിലായി. അങ്ങനെ 1948 ബെർലിൻ ബ്ലോക്കേഡ് ഉണ്ടാവുന്നുണ്ട് ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബെർലിൻ. എന്ന് വെച്ചാൽ ഈസ്റ്റിന്ന് വെസ്റ്റിലേക്കുള്ള എല്ലാ പാസേജും, ഇപ്പൊ ലാൻഡ് റൂട്ടും എല്ലാം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, ഗുഡ്സ് എല്ലാം നിർത്തിവെക്കുന്നുണ്ട്. ഇറ്റ് വാസ് മെയ്ഡ് ബൈ ദി USSR ഈസ്റ്റും വെസ്റ്റും ബെർലിൻ ബ്ലോക്കേഡ് 1948 ചെയ്യുന്നുണ്ട്. പിന്നെ ബെർലിനിൽ വേറൊരു ഇമ്പോർട്ടന്റ് ഇവന്റ് ഉണ്ടായത്, ബെർലിൻ വാൾ ഈസ്റ്റ് ജർമ്മനിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. 1961 ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ USSR. ഇറ്റ് വാസ് ടു ഫിസിക്കലി ഡിവൈഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബെർലിൻ. അപ്പൊ ഒരു വലിയ ഒരു വാൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റും എല്ലാം റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ക്യാൻ സേ ദാറ്റ് കോൾഡ് വാറിലെ ഒരു സിംബോളിക് ആയിട്ട് തന്നെ ബെർലിൻ വാളിനെ നമുക്ക് കാണാൻ പറ്റും. Then towards the end of the Cold War, Berlin Wall is falling in 1989. അതിനൊക്കെ നമുക്ക് അടുത്ത സെഷൻസിലൊക്കെ ആയിട്ട് എൻഡ് ഓഫ് ദി കോൾഡ് വാർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ വേറെ ഉണ്ടായിട്ടുള്ള ഒരു ഇവന്റ് ആണ് കോങ്കോ. കോങ്കോ ബെൽജിയത്തിൽ നിന്ന് 1960 ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. പക്ഷെ അതിലുള്ള ഒരു കട്ടാങ്ക എന്നുള്ള ഒരു പ്രൊവിൻസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്. സോ അവര് ഇതിന്ന് എന്താ പറയാ, ഇൻഡിപെൻഡൻസ് ദേ വർ നോട്ട് സപ്പോർട്ടിങ് ദാറ്റ് ആൻഡ് ഇറ്റ് വാസ് ബാക്ക്ഡ് ബൈ US ആൻഡ് ബെൽജിയം. അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ആ അന്നത്തെ ഗവൺമെന്റിനെ അവര് എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നു. പക്ഷെ ഈ കട്ടാങ്ക പ്രൊവിൻസിന് അവിടുന്ന് മാറണം എന്നുള്ളൊരു ആ ഒരു ഐഡിയക്ക് ബാക്ക് ചെയ്യാൻ US ആൻഡ് ബെൽജിയം വാസ് there. Now last, UN is sending peacekeeping mission to Congo and 1963 conflict end ചെയ്യുന്നത്. സോ ഇപ്പൊ പറഞ്ഞ ഈ യുദ്ധത്തിലെല്ലാം US-ന്റെയും USSR-ന്റെയും കറക്റ്റ് റോൾ എവിഡന്റ് ആണ്. ആൻഡ് they were opposing parties. ഓക്കെ, ദെൻ വേറൊരു യുദ്ധമാണ് വിയറ്റ്നാം വാർ 1975. ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ US-ന്റെ ആർമി was fighting in Vietnam War, and the Vietnam War was criticized both domestically and internationally. Okay, so Vietnam War was between North Vietnam and South Vietnam. South Vietnam US backed ആയിരുന്നു and North Vietnam USSR. So our ideologies നമുക്ക് മനസ്സിലാവും. North Vietnam communism and South Vietnam was for capitalism. So they were divided between 17 parallel boundary. അവരുടെ ബൗണ്ടറി ലൈൻ ആയിരുന്നു 17 parallel. സോ സൗത്ത് വിയറ്റ്നാം നോർത്ത് വിയറ്റ്നാമിന്റെ കമ്മ്യൂണിസ്റ്റ് ഫോഴ്സസിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് USA മാക്സീവ്ലി ഇന്റർവ്യൂൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ഫണ്ട് ഇറക്കുന്നുണ്ട്, അവരുടെ ട്രൂപ്സും ഇറക്കുന്നുണ്ട്. സോ നോർത്ത് വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോവിയറ്റ്സും ചൈനയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ദേ വെർ ഫൈറ്റിംഗ് അഗേൻസ്റ്റ് USA. 1976 മൊത്തം നോർത്ത് ആൻഡ് സൗത്ത് വിയറ്റ്നാം വൺ വിയറ്റ്നാം ആയിട്ട് യൂണിഫൈഡ് ആവാണ്. ഇറ്റ് വാസ് ആൻ അണ്ടർ കമ്മ്യൂണിസ്റ്റ് കൺട്രോൾ. ഓക്കെ, സോ വി നോ ദാറ്റ് ഇപ്പൊ പറഞ്ഞതെല്ലാം US ആൻഡ് USSR ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായ യുദ്ധങ്ങളാണ്. ഇറ്റ് വാസ് നോട്ട് എ വേൾഡ് വാർ, ബട്ട് ഓരോ റീജിയൻ ബേസ്ഡ് ഓരോ കൺഫ്ലിക്ട്സിലും അവരുടെ ഇൻഫ്ലുവൻസ് വളരെ അധികമായിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഈ US ആൻഡ് USSR-ന്റെ ബന്ധം മോശമായോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടുതൽ മോശമാവേണ്ട എന്ന് വെച്ചിട്ട് കുറെ ഡീൽസ് എല്ലാം വെക്കുന്നുണ്ട്. ആൻഡ് അവര് ദിസ് വാസ് ആൻ അറ്റംപ്റ്റ് ടു ലൈക്ക് അവരുടെ ബന്ധം ഒന്നും കൂടി റിലാക്സ്ഡ് ആക്കാനുള്ള
ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് വി ക്യാൻ ഒരു ആർംസ് കൺട്രോൾ ട്രീറ്റീസ് എന്ന നിലയ്ക്കും അതിനെ കാണാൻ പറ്റും. സോ ഇറ്റ് വാസ് okay, so this relaxation of tension is called Dante. Okay, it is a French word that means a relaxation between these countries. So main focus was to control, eliminate nuclear and non-nuclear weapons. So കുറച്ച് important treaties നമുക്ക് നോക്കാം. First one is Limited Test Ban Treaty, LTBT in 1963. So ഇതിനകത്ത് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് എല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയറിലും ഔട്ടർ സ്പേസിലും അണ്ടർ വാട്ടറിലും ബൈ ദ പാർട്ടീസ് വെയർ US, സോവിയറ്റ് യൂണിയൻ ആൻഡ് UK. പക്ഷെ ഈ ടെസ്റ്റ് അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് നടത്താൻ പറ്റും, മീൻസ് ഈ രാജ്യങ്ങൾക്ക് നടത്താൻ പറ്റും. പക്ഷെ അറ്റ്മോസ്ഫിയർ, ഔട്ടർ സ്പേസ് ആൻഡ് അണ്ടർ വാട്ടർ ഈ ഒരു ഇതിൽ നടത്താൻ പറ്റില്ല. Then the other one is Nuclear Non-Proliferation Treaty 1968. ഇപ്പൊ ഇതിനകത്ത് അതുവരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ വെപ്പൺസിന് പൊസഷൻ പറ്റും. പക്ഷെ അതിനുശേഷം വന്ന പുതിയ രാജ്യങ്ങൾക്ക് they can't possess the nuclear weapons. So the date കൊടുത്തിട്ടുണ്ട് January 1, 1967. അതിനുശേഷമുള്ള ഒരു പുതിയ രാജ്യത്തിന് ന്യൂക്ലിയർ വെപ്പൺസ് പോസസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യങ്ങൾ US, USSR, ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന. ആൻഡ് കുറച്ച് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് ദാറ്റ് റിലേറ്റഡ് ടോക്സും സ്ട്രാറ്റജിക് ടോക്സും ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് വൺ ഫോം ഓഫ് ടോക്സ് ഇസ് സ്ട്രാറ്റജിക് ആർംസ് ലിമിറ്റേഷൻ ടോക്സ്, SALT I 1972, which was signed by Leonard Brezhnev and Richard Nixon. ആൻഡ് ഈ ഒരു SALT I കീഴിലാണ് ABM വരുന്നത്, ആന്റി ബാലിസ്റ്റിക് മിസൈൽ. And this was to treat, this was a treaty limiting missile defenses. Missiles എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാൻ പാടില്ല, അത് ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റി ആയിരുന്നു ഇത്. ആൻഡ് SALT I കീഴിൽ തന്നെ there is ICBMs, which is interim agreement, which was intercontinental ballistic missiles ഉണ്ട്. ഇതെല്ലാം ലിമിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഫ്രീസ് ചെയ്യാനുള്ള ഒരു ട്രീറ്റി ആയിരുന്നത്. ഈ ബാലിസ്റ്റിക് മിസൈൽസ് എല്ലാം യൂസ് ചെയ്തത്, ഓക്കെ, അത് നിർത്തി വെക്കണം എന്നുള്ളൊരു ട്രീറ്റി ആയിരുന്നു അത്. SALT II ഉണ്ട്, ഈ സ്ട്രാറ്റജിക് ആർംസ് ലിമിറ്റേഷൻ ടോക്സ് ആണ്. ഇറ്റ് വാസ് ഇൻ 1971. ഇപ്പൊ ന്യൂക്ലിയർ മിസൈൽസും ബോംബേഴ്സും ഇതെല്ലാം അതിന്റെ നമ്പറിലെല്ലാം ഒരു ലിമിറ്റ് വെക്കണം എന്നുള്ള ഒരു ട്രീറ്റി ആയിരുന്നു SALT II. ഇറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ജിമ്മി കാർട്ടർ ആൻഡ് ലിയോനാർഡ് ബ്രഷ്നർ. ഓക്കെ. Then START I ഉണ്ട്, Strategic Arms Reduction Treaty 1991. പക്ഷെ അത് കോൾഡ് വാറിന് ശേഷം 1994 ഫോഴ്സിൽ വരുന്നത്. ഇറ്റ് വാസ് എ ബൈലാറ്ററൽ ആർംസ് കൺട്രോൾ ബിറ്റ്വീൻ US ആൻഡ് USSR. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസ് ആണ് അവിടെ ഉള്ളത്. ഇറ്റ് വാസ് സൈൻഡ് ബിറ്റ്വീൻ ജോർജ് ബുഷ് സീനിയർ ആൻഡ് മിഖൈൽ ഗോർബച്ചേവ്. ഇപ്പൊ ന്യൂക്ലിയർ വെപ്പൺസ് ലിമിറ്റ് ചെയ്യാനുള്ള വേറൊരു ട്രീറ്റി ആയിരുന്നു അത്. ആൻഡ് START II, it was in 1993. It was signed between Boris Yeltsin and George Bush Senior. It was to limit offensive arms എല്ലാം ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റി ആയിരുന്നു. അപ്പൊ ഇതില് ഏത് ട്രീറ്റിയാണ്, അതിന്റെ വർഷം, ആരൊക്കെ സൈൻ ചെയ്തത്, ആൻഡ് ഓൾസോ വാട്ട് വാസ് ദി എയിം, ഇതെല്ലാം ചോദിക്കാം. ഓക്കെ. ഇനി ചാലഞ്ചസ് ടു ബൈപോളാരിറ്റി നോക്കാം. ഇപ്പം രണ്ട് രാജ്യങ്ങളാണല്ലോ അവിടെ മെയിൻ ആയിട്ടുള്ളത്, US ആൻഡ് USSR. അപ്പം ആ ഒരു സമയത്ത് തന്നെ പുതിയ ന്യൂ ഏഷ്യൻ ആഫ്രിക്കൻ കൺട്രീസ് വെയർ കമ്മിങ് ഔട്ട് ഓഫ് കോളനൈസേഷൻ. ഒരു കോളനൈസേഷൻ പ്രോസസ് ഡീകോളനൈസേഷൻ ആയി മാറുന്ന ഒരു വൈഡ് സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു ടൈം. അപ്പൊ ഈ പുതിയ രാജ്യങ്ങൾക്ക് രണ്ട് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഒന്ന് US ലെഡ് ബ്ലോക്കിലേക്ക് പോകാം, അല്ലെങ്കിൽ USSR ലെഡ് ബ്ലോക്കിലേക്ക് പോകാം. അപ്പൊ ഇത് രണ്ടും അല്ലാണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് വേ ആയിട്ടാണ് നോൺ അലൈൻ മൂവ്മെന്റ് ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോറിൻ പോളിസി ഓഫ് സ്റ്റേറ്റ്. കുറച്ച് രാജ്യങ്ങളുടെ ഫോറിൻ പോളിസിയാണ്. ഇറ്റ് ഈസ് നോട്ട് ടു അലൈൻ വിത്ത് എയ്തർ ഓഫ് ദി സൂപ്പർ പവേഴ്സ്. ഈ രണ്ട് ബ്ലോക്കിലും അവർ ഇൻവോൾവ് ആവില്ല. ആൻഡ് ഇറ്റ് വാസ് ടു ഹാവ് എൻ ആക്റ്റീവ് റോൾ ഇൻ വേൾഡ് അഫയേഴ്സ്. വേൾഡ് അഫയേഴ്സിൽ ഒരു ആക്റ്റീവ് റോൾ അവർ കൊടുക്കുന്നുണ്ട്, ഈവൻ ദോ ദേ ആർ നോട്ട് പാർട്ട് ഓഫ് എയ്തർ ഓഫ് ദി ബ്ലോക്സ്. ആൻഡ് എല്ലാ രാജ്യങ്ങളിലേക്കും ഉള്ള ഒരു കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു എയിമാണ്
നാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നാം ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ഒരു ഐഡിയോളജി ബേസ്ഡ് അല്ല, പക്ഷെ മൊത്തം ദേ വാണ്ടഡ് പീസ് ആൻഡ് കോപ്പറേഷൻ ഇൻ ദി വേൾഡ്. സോ നാം രാജ്യങ്ങള് കോൾഡ് വാറിന് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോമാണ് കൊടുത്തത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് വാസ് എ ചാലഞ്ചസ് ടു ബൈപോളാരിറ്റി. ബൈപോളർ അല്ലാണ്ട് ഒരു ഡിഫറെന്റ് ഓപ്ഷൻ ആണ് നാം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. Then there was a criticism regarding NAM that NAM കൊടുക്കുന്നത് നാം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പോളിസീസ് ആണെന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി, ബിക്കോസ് നാം എന്ന് പറയുന്ന ന്യൂട്രാലിറ്റി അല്ല, ഒന്നിലും ഇൻവോൾവ് അല്ല എന്നുള്ള സിറ്റുവേഷൻ അല്ല. ബട്ട് വേൾഡ് അഫയേഴ്സിൽ ദേ വിൽ ആക്റ്റീവ്ലി ഇൻവോൾവ്. ഒരു ഐസൊലേഷനിസം അല്ല. ഐസൊലേഷനിസം എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വാറിന് 2 വരെ US അമേരിക്ക ഫോളോ ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ്. ഒന്നിൽ ഇൻവോൾവ് ആവില്ല എന്നുള്ളത്. വാട്ട് എവർ ഹാപ്പൻസ് ദേ വോണ്ട് ഇൻവോൾവ്. പക്ഷെ നാം എന്ന് പറയുന്ന ആക്റ്റീവ്ലി ദേ വിൽ ട്രൈ ടു റെഡ്യൂസ് ദ ടെൻഷൻസ് ആൻഡ് വേൾഡ് അഫയേഴ്സിലൊക്കെ ആക്റ്റീവ് പാർട്ട്ണർ ആണ്. പക്ഷെ ദേ വർ നോട്ട് പാർട്ട് ഓഫ് 2 അലയൻസിന്റെ കീഴിലല്ല അവർ, അത്രേ ഉള്ളൂ. നാമിന്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആർ ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ, കമാൽ അബ്ദുൽ നാസർ ഫ്രം ഈജിപ്റ്റ്, ജോസഫ് ടിറ്റോ from Yugoslavia, Sukarno from Indonesia, Kwame Nkrumah from Ghana. ഇതാണ് ഫൗണ്ടിങ് മെമ്പേഴ്സ് ഓഫ് നാം. നാമിന്റെ പ്രിൻസിപ്പൽ ഈസ് ബേസ്ഡ് ഓൺ പഞ്ച്ഷീൽ. പഞ്ച്ഷീൽ എന്ന് പറയുന്ന ഇന്ത്യയും ചൈനയും സൈൻ ചെയ്തിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് പഞ്ച്ഷീൽ. 2 രാജ്യങ്ങളിലെ ടെറിട്ടോറിയൽ റെസ്പെക്ട് വേണം, ഇന്റഗ്രിറ്റിയിൽ വിശ്വസിക്കുന്നവരും അവർ തമ്മിലുള്ള വേറൊരു മീൻസ് അവരെ ഇന്റേണൽ അഫയേഴ്സിൽ ഇന്റർഫിയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ആയിരുന്നു പഞ്ച്ഷീൽ. അപ്പൊ നാമിന്റെ പ്രിൻസിപ്പൽ ആർ ഓൾസോ ബേസ്ഡ് ഓൺ പഞ്ച്ഷീൽ. ആൻഡ് അതൊരു ബാൻഡൻ കോൺഫറൻസിലാണ് ഈ പ്രിൻസിപ്പൽസ് ഷേപ്പ് ആവുന്നത്, വിച്ച് വാസ് ഇൻ 1955. ഓക്കെ, ഫസ്റ്റ് നാം സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ 1961 ഇൻ യുഗോസ്ലാവിയ, ബെൽഗ്രേഡ്. നാമിന് ഇപ്പൊ 120 മെമ്പർ സ്റ്റേറ്റ്സ് ഉണ്ട്, 17 ഒബ്സർവർ സ്റ്റേറ്റ്സ് ഉണ്ട്. ആൻഡ് അവരെ സമ്മിറ്റ്സ് എല്ലാം 3 വർഷമാണ് നടക്കുന്നത്. പക്ഷെ ദേ ഡോണ്ട് ഹാവ് എ പെർമനന്റ് സെക്രട്ടേറിയറ്റ്, അല്ലെങ്കിൽ ഒരു ഫോർമൽ ഹൈറാർക്കി ഇല്ല. എന്ന് വെച്ചാൽ ആദ്യം ഒരു ഏറ്റവും പവർഫുൾ ആയ ഒരു രാജ്യം, അതിന്റെ താഴെ ഒരു രാജ്യം, അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. എവറി കൺട്രി ഈസ് ഹാവിങ് ഈക്വൽ വോട്ട് ആൻഡ് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഈ നാം മുന്നോട്ട് വെക്കുന്ന വേറൊരു ഐഡിയ ആണ് ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ. സോ മെജോറിറ്റി ഓഫ് നാം കൺട്രീസ്, നമുക്കറിയാം ഒരു പുതിയ ഇൻഡിപെൻഡൻസ് നേടിയ രാജ്യങ്ങളാണ് അധികം രാജ്യങ്ങളും. ആൻഡ് അവരിലെ അധികം രാജ്യങ്ങളും ഇവർ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, അല്ലെങ്കിൽ ഇതിന് LDCs എന്നും പറയും. സോ അവർക്ക് ദേ നീഡ് ടു ഹാവ് സസ്റ്റെയിൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ഒരു പുതിയ രാജ്യമാണ്, അവര് കോളനൈസേഷന്റെ എഫക്ട്സ് എല്ലാം ഇതിൽ നല്ലോണം ഉണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ദേ റിക്വയർഡ് സസ്റ്റെയിൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. സോ അങ്ങനെ മുന്നിൽ വെച്ചൊരു ഐഡിയ ആണ് ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡർ, NIEO. ഓക്കെ, സോ ഈ ന്യൂ ഇന്റർനാഷണൽ എക്കണോമിക് ഓർഡറിനെ പറ്റിയിട്ട് UN കോൺഫറൻസിലാണ് മുന്നോട്ട് വെക്കുന്നത്. UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് 1972 ഒരു റിപ്പോർട്ട് നൽകുന്നുണ്ട്, ടുവേർഡ്സ് എ ന്യൂ ട്രേഡ് പോളിസി ഫോർ ഡെവലപ്മെന്റ്. അപ്പൊ കുറച്ച് ട്രേഡ് പോളിസി റിഫോംസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ലീസ്റ്റ് ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് അവർ നാച്ചുറൽ റിസോഴ്സിൽ കൺട്രോൾ കൊടുക്കണം. അപ്പൊ അത് ഒരു കോളനൈസേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ദെയർ നാച്ചുറൽ റിസോഴ്സസ് വെയർ കൺട്രോൾഡ് ബൈ ദി വെസ്റ്റ്. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് ഇറ്റ് വാസ് എക്സ്പ്ലോയിറ്റഡ് ബൈ ദ വെസ്റ്റ് ഓൾസോ. സോ ഇവരെ നാച്ചുറൽ റിസോഴ്സസ് ഇവർക്ക് തന്നെയാണ്. ആൻഡ് വെസ്റ്റേൺ മാർക്കറ്റിൽ അവർക്കൊരു ആക്സസ് കൊടുക്കണം, അവരുടെ പ്രോഡക്ട്സ് എല്ലാം സെല് ചെയ്യാനും അവർക്കൊരു കൂടുതൽ എക്കണോമിക്കൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സിൻസ് ദേ ആർ ന്യൂ കൺട്രീസ്, അവർക്ക് ടെക്നോളജി അത്ര ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പം ടെക്നോളജി കോസ്റ്റും വെസ്റ്റേൺ കൺട്രീസിന്റെ വക ടെക്നോളജി കോസ്റ്റും റെഡ്യൂസ് ചെയ്യണം ഫോർ ദി ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. പിന്നെ ഈ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ IMF, വേൾഡ് ബാങ്ക് എന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിലും ഈ LDC രാജ്യങ്ങൾക്ക് കൂടുതൽ ഗ്രേറ്റർ റോള് കൊടുക്കണം. ഇതൊക്കെയാണ് അന്ന് ട്രേഡ് പോളിസി റിഫോമിൽ പറഞ്ഞ കാര്യങ്ങൾ. സോ ഇനി നമ്മൾ ഇന്ത്യ ആൻഡ് കോൾഡ് വാർ നോക്കാം. ഇന്ത്യയിലെ നാമിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടർ വാസ് ജവഹർലാൽ നെഹ്റു. സോ
we were part of NAM. So NAM രണ്ട് Cold War alliances join ചെയ്തിട്ടില്ല. So we can say that India also is like that. So ഇന്ത്യ ആ ഒരു സമയത്ത് തന്നെ നെഹ്റുവും ഇന്ത്യ എല്ലാം പുതിയ രാജ്യങ്ങള് ഡീകോളനൈസ്ഡ് ആവാണല്ലോ. അപ്പോ വി ആക്ച്വലി വെന്റ് ആൻഡ് സോ ഈ പുതിയ രാജ്യങ്ങളെല്ലാം നേരിട്ട് പോയി കണ്ട് അവരുടെ അടുത്ത് നോട്ട് ടു ബിക്കം പാർട്ട് ഓഫ് ദീസ് ടു അലയൻസസ് ലെഡ് ബൈ US ആൻഡ് USSR അതൊക്കെ പറഞ്ഞു. ആൻഡ് ടു ജോയിൻ നാം അങ്ങനെ കുറെ രാജ്യങ്ങളെ ഇന്ത്യ പേഴ്സണലി പോയി കണ്ടിട്ട് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇന്ത്യക്ക് നാം ഓൾസോ അലൗഡ് ലൈക്ക് സിൻസ് ഇന്ത്യ വാസ് പാർട്ട് ഓഫ് നാം ഇറ്റ് അലൗഡ് us to make independent decisions. ഇപ്പം എപ്പോഴും നമ്മളിപ്പോ ഇഫ് വി ആർ പാർട്ട് ഓഫ് കോൾഡ് വാർ അലയൻസസ് നമ്മുടെ ഡിസിഷൻസ് എല്ലാം ഇറ്റ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം. ഓക്കെ, അവര് ഈ ബ്ലോക്ക് തീരുമാനിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഇൻഫ്ലുവൻസസ്. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട് പിന്നെയും വേറെ ടൈപ്പ് ഓഫ് ഒരു കോളനൈസേഷൻ പോലെ ആയിരിക്കും വേൾഡ് വാർ അലയൻസസിലാണെങ്കിൽ. സോ വി ഹാഡ് ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് ഓൺ ഇന്റർനാഷണൽ ഇഷ്യൂസ് ആൻഡ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് സെർവ് ചെയ്യുന്ന രീതിയിൽ വി കുഡ് ഓൾസോ ഡു സർട്ടൻ ഡീഡ്സ്. ഓക്കെ, പക്ഷെ ഇന്ത്യക്ക് വാസ് ഓൾസോ ഏബിൾ ടു ബാലൻസ് വൺ പവർ അഗേൻസ്റ്റ് ദി അതർ. എന്ന് വെച്ചാൽ ഇഫ് USA ഇന്ത്യക്ക് നല്ല ഫേവറബിൾ ആവുന്നില്ലെങ്കിൽ വി ക്യാൻ ഗോ ടു ദ USSR ആൻഡ് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തിരഞ്ഞെടുക്കാം. നേരെ ഓപ്പോസിറ്റ് ആയിട്ടും. ഓക്കെ, പക്ഷെ ഈ ഒരു കാര്യത്തിൽ ക്രിറ്റിസിസം വന്ന എന്താന്ന് വെച്ചാൽ ഇന്ത്യക്ക് അങ്ങനെ പ്രിൻസിപ്പിൾസ് ഇല്ല. അൺപ്രിൻസിപ്പിൾഡ് ആയിട്ടാണ് ഇന്ത്യന്റെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യുന്നതെന്നുള്ള ഒരു ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ത്യ 1971 USSR-നായിട്ട് ഒരു ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് സൈൻ ചെയ്യുന്നുണ്ട്, 20 years ഓഫ് ഫ്രണ്ട്ഷിപ്പ്. സോ ദാറ്റ് വാസ് ഓൾസോ ക്രിട്ടിസൈസ്ഡ്. കാരണം ഒരു ബ്ലോക്കിനായിട്ടുള്ള കൂടുതൽ താല്പര്യം കാണിക്കാന്ന് പറഞ്ഞിട്ട്. Now we can look at the previous questions. Which of the following are correct about Arms Control Treaty? Limited Test Ban Treaty, LTBT, was signed by US, UK, and USSR. SALT I came into force in 1972, NPT in 1972. START I was signed by USSR President Mikhail Gorbachev and Jimmy Carter. Treaty on Limitation of Anti-Ballistic Spelling Mistake in Shariakata. System ABM Treaty was signed in 1972. Okay, the answer is A, B, and E only. LTBT was signed between US, UK, and USSR. Then SALT was in 1972. E. ABM Treaty was signed in 1972. Okay, this is the correct answer. Then who are the founders of NAM? Answer is Kwame Nkrumah, Nehru, Sukarno. NAM is best described as a policy of staying away from alliances. ABM Treaty was signed in 1972 between which countries? It was a bilateral treaty, so it was signed between US and USSR. Western Europe's economy was revived after Second World War by Marshall Plan. Okay, that is about it. So next class we can discuss about the end of the Cold War and adil varna baki developments. Okay, have a nice day. Bye.